പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റൂദർഫോർഡ് ആറ്റം മോഡലിനെ പറ്റി ഡിസ്കസ് ചെയ്തു. റൂദർഫോർഡ് ആറ്റം മോഡൽ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ റൂദർഫോർഡിൻ്റെ ആറ്റം മോഡൽ ബോറിൻ്റെ ആറ്റം മോഡലാക്കാനുള്ള ശ്രമമാണ് നമ്മളുടെ പോലെ. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കൺസെപ്റ്റുകൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്താണ് ഡ്യുവൽ ബിഹേവിയർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ അറ്റോമിക് സ്പെക്ട്ര എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇനി നമുക്ക് അറിയണം എവിടെയാണ് റൂദർഫോർഡിന് തെറ്റുപറ്റിയത് എന്ന് നമ്മൾ മനസ്സിലാക്കിയെന്ന് നമുക്കറിയാം. നമ്മൾ പറഞ്ഞു സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്. അത് അദ്ദേഹം പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്കോർഡിംഗ് ടു റൂദർഫോർഡ് എന്തായിരുന്നു, ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ഇൻ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രോണുകൾ കണ്ടിന്യൂസ് ആയിട്ട് എനർജി എമിറ്റ് ചെയ്യുന്നു എന്നും അതുകൊണ്ട് അത് ന്യൂക്ലിയസിലേക്ക് വന്ന് പതിക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കി. ഈ മൂവിങ് ചാർജസ് ആയതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് എനർജി എമിറ്റ് ചെയ്ത് അവസാനം ന്യൂക്ലിയസിലേക്ക് പതിക്കും. അതുകൊണ്ടാണ് റൂദർഫോർഡിന് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. പിന്നെ വേറൊരു കാര്യം നോക്കൂ, ഇവിടെ ഇലക്ട്രോണുകൾ കണ്ടിന്യൂസ് ആയി എനർജി എമിറ്റ് ചെയ്യുന്നുവെങ്കിൽ നമ്മൾ അന്ന് പഠിച്ച അറ്റോമിക് സ്പെക്ട്രം കണ്ടിന്യൂസ് ആയി മാറേണ്ടേ അല്ലേ. പക്ഷെ നമുക്കറിയാം അറ്റോമിക് സ്പെക്ട്രം ഈസ് ഡിസ്കണ്ടിന്യൂസം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറ്റോമിക് സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ റൂദർഫോർഡ് ആറ്റം മോഡലിനോട് കൂടി ഈ രണ്ട് കൺസെപ്റ്റുകൾ ആഡ് ചെയ്തിട്ട് ബോർ ആറ്റം മോഡലാക്കി മാറ്റിയിട്ടുണ്ട്. നോക്കൂ, റൂദർഫോർഡ് ആറ്റം മോഡലിനോട് കൂടി നമ്മുടെ ബോർ എന്ന സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു, ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനും അറ്റോമിക് സ്പെക്ട്രയും ആ അറ്റോമിക് സ്പെക്ട്രയിലെ ഇൻഫർമേഷനും ആഡ് ചെയ്തിട്ടാണ് ബോർ ആറ്റം മോഡൽ ഉണ്ടാക്കിയത്. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. നോക്കൂ, നമ്മൾ 1913 ബോർ തൻ്റെ ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഗ്രേറ്റ് സയൻറ്റിസ്റ്റാണ് നമ്മുടെ ബോറിൻ്റെ ആറ്റം മാതൃക ഉണ്ടായതിനു ശേഷം സയൻറ്റിഫിക് വേൾഡ് വല്ലാതെ മാറിപ്പോയി. കാരണം ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെപ്പറ്റി കൃത്യമായ അവയർനെസ് ബോർ നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. നോക്കൂ, ബോറും റൂദർഫോർഡും ഐൻസ്റ്റീനും ചേർന്നുള്ള ഫോട്ടോസ്. കാരണം ഇവരുടെ എല്ലാവരുടെയും, ഇപ്പോൾ നമുക്കറിയാം പ്ലാങ്ക്, റൂദർഫോർഡ്, ജെ തോംസൺ, അവരുടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷനും കൂടിയാണ് ബോറിൻ്റെ ആറ്റം മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം എന്താണ് ബോറിൻ്റെ ആറ്റം മോഡൽ. ഞാൻ പറഞ്ഞു 1930 ബോർ തൻ്റെ ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നിങ്ങൾ ബോറിൻ്റെ ആറ്റം മോഡൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ബോറിൻ്റെ ആറ്റം മോഡലിനെ പറ്റിയിട്ട്? നോക്കൂ, ഫസ്റ്റ് നിങ്ങൾക്കറിയാം സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്. അദ്ദേഹം പറയുന്നു ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ഇൻ ന്യൂക്ലിയസ് ഇൻ എ സർട്ടൺ സെലക്റ്റഡ് സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്. 3 വാക്കുകൾ ശ്രദ്ധിക്കാം. സർട്ടൺ, സെലക്റ്റഡ്, സർക്കുലർ പാത്ത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വളരെ കൃത്യമായ സർക്കുലർ പാത്തിലൂടെ, ഫിക്സഡ് റേഡിയസ് ഉള്ള സർക്കുലർ പാത്തിലൂടെ മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. അദ്ദേഹം അതിന് ഓർബിറ്റ് എന്നാണ് പറഞ്ഞത്. ഹി നമ്പേർഡ് ദി ഓർബിറ്റ് ആസ് 1, 2, 3, 4 etc. and designated as KLMN etc. ഒന്നാമത്തെ ഓർബിറ്റ്, അല്ലെങ്കിൽ ഓർബിറ്റിൻ്റെ വേറൊരു പേരെന്താ? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഓർബിറ്റിൻ്റെ വേറൊരു പേരാണ് ഷെൽ എന്ന് പറയുന്നത്. സോ ഒന്നാമത്തെ ബോറിൻ്റെ പോയിന്റ് ഇതാണ്, ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ഇൻ ന്യൂക്ലിയസ് ഇൻ എ സർട്ടൺ സെലക്റ്റഡ് സർക്കുലർ പാത്ത് വിച്ച് ഇസ് നോൺ ആസ് ഓർബിറ്റ്, just numbered as 1, 2, 3, 4 etc. and designated as KLMN etc. സോ രണ്ടാമത് അദ്ദേഹം പറയുന്നു ഈച്ച് ഓർബിറ്റേഴ്സ് associated with definite amount of energy, hence orbits are known as energy level. അദ്ദേഹം പറയുന്നു അടുത്ത പോയിന്റ്, ഓരോ ഓർബിറ്റിനും
ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്. ഒന്നാമത്തെ ഓർബിറ്റിന് ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്. രണ്ടാമത്തെ ഓർബിറ്റ് ന്യൂക്ലിയസിന് കുറച്ചുകൂടി അകലെയാണ്, അപ്പോൾ അതിന് വേറെ എനർജിയാണ്. മൂന്നാമത്തെ ഓർബിറ്റിന് വേറെ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്. അതുകൊണ്ട് ഓർബിറ്റിനെ അദ്ദേഹം വേറൊരു പേര് വിളിച്ചു, എനർജി ലെവൽസ് എന്ന് വിളിക്കുന്നു. സോ രണ്ടാമത്തെ പോയിന്റ് പറയുന്നതാണ് എന്തുകൊണ്ടാണ് ഓർബിറ്റിനെ എനർജി ലെവൽസ് എന്ന് വിളിക്കുന്നത്, മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി മൂന്നാമത്, ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദ ഓർബിറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം, ഹെൻസ് ഓർബിറ്റ്സ് ആർ referred as സ്റ്റേഷനറി ലെവൽ. നോക്കൂ, ഈ ഒന്നാമത്തെ ഓർബിറ്റിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ അത് ഫിക്സഡ് ആണ്, അതൊരിക്കലും മാറുന്നില്ല. സാധാരണ കണ്ടീഷനിൽ അതൊരിക്കലും മാറുന്നില്ല. മാറാത്തത് എന്ന അർത്ഥമുള്ള വാക്കാണ് നിങ്ങൾക്കറിയാം, സ്റ്റേഷനറി അല്ലേ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു ഓർബിറ്റിനെ സ്റ്റേഷനറി ലെവൽസ് എന്ന് വിളിക്കാറുണ്ട്. കൃത്യമായി മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ഓർബിറ്റ് എന്ന് പഠിച്ചു, എന്തുകൊണ്ടാണ് ഓർബിറ്റിനെ എനർജി ലെവൽസ് എന്നാന്ന് പഠിച്ചു, അതുപോലെ എന്തുകൊണ്ട് ഓർബിറ്റിനെ സ്റ്റേഷനറി ലെവൽസ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത പോയിന്റ് നോക്കൂ. ഇനി എപ്പോഴാണ് ഇവിടെ എനർജി ചേഞ്ച് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നോക്കൂ, ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ നമ്മൾ ആറ്റത്തിലേക്ക് എനർജി കൊടുത്തു. അപ്പോൾ ആറ്റത്തിൽ എനർജി കൊടുക്കുമ്പോൾ ഇലക്ട്രോണുകൾ എനർജി അബ്സോർബ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഒന്നാമത്തെ എനർജി ലെവലിൽ നിന്ന് ഇലക്ട്രോണുകൾ എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ എന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇവിടത്തേക്ക് മൂന്നാമത്തെ എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവിടെ എനർജി ചേഞ്ചസ് ഉണ്ടാവുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇലക്ട്രോൺ വിൽ മൂവ് ഫ്രം a lower stationary state to higher stationary state when required amount of energy is absorbed and energy is emitted when electron move from higher stationary level to lower stationary state. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. നോക്കൂ, ഇവിടുന്ന് ഹയറിൽ നിന്ന് ലോവറിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ലോവറിൽ നിന്ന് ഹയറിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോഴും മാത്രമാണ് അവിടെ എനർജി ചേഞ്ചസ് ഉണ്ടാകുന്നത്. അല്ലാത്തിടത്തോളം കാലം അവിടെ ഒരിക്കലും എനർജി ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ, ഇവിടെ സപ്പോസ് E1 is the energy of the first energy level, E2 is the energy of second energy level. നോക്കൂ, change in energy is delta E is equal to E2 minus E1 ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്. നോക്കൂ, E1-ൽ നിന്ന് E2-വിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ ഇവിടെ എമിറ്റ് ചെയ്യുന്ന, നോക്കൂ, E1-ൽ നിന്ന് E2-വിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യാണ്. അപ്പോൾ എനർജി ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ E2 മൈനസ് E1 ആയിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി അടുത്ത പോയിന്റ് നോക്കൂ. The frequency of radiation absorbed or emitted when transition occurs between two stationary states given states that differ in energy delta E is given by. നോക്കൂ, ഇവിടെ പറയുന്നത് നമ്മൾ പറഞ്ഞു നേരത്തെ, ഡെൽറ്റ E എന്ന് പറഞ്ഞാൽ E2 മൈനസ് E1 ആണ്. ഡെൽറ്റ E എന്ന് പറഞ്ഞാൽ E2 മൈനസ് E1 ആണ്. അപ്പോൾ നമുക്കറിയാം പ്ലാങ്ക് റിലേഷൻഷിപ്പ് അറിയാം, E is equal to h nu ആണ് അല്ലേ. അപ്പോൾ ഡെൽറ്റ E is equal to h nu എന്നറിയാം. ഓർമ്മിക്കണേ, E2 എന്ന എനർജി ലെവലിൽ നിന്ന് E1-ലേക്ക് ഇലക്ട്രോൺ റിട്ടേൺ ചെയ്യുന്ന ഒരു കണ്ടീഷൻ നിങ്ങൾ മനസ്സിലാലോചിക്കൂ. E2 എന്ന എനർജി ലെവലുണ്ട്, അതിൽ നിന്ന് ഇലക്ട്രോൺ E1-ലേക്ക് റിട്ടേൺ ചെയ്യാണ്. അപ്പോൾ അവിടെ എമിറ്റ് ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ, നോക്കൂ, ഇവിടുന്ന് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ഇതിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് എനർജി ലെവലും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. അതാണ് നമ്മൾ ഡെൽറ്റ E is equal to E2 minus E1 എന്നെഴുതിയത്. ഡെൽറ്റ E is equal to E2 minus E1 എന്നെഴുതി. നമുക്കറിയാം ഡെൽറ്റ E is equal to h nu. So what is nu? Nu is equal to നമുക്ക് എങ്ങനെ എഴുതാം, ഡെൽറ്റ E by h എന്നെഴുതി, ശരിയല്ലേ? Or we can write ഡെൽറ്റ E എന്ന് പറഞ്ഞാൽ E2 minus E1 ആണ്, ഡിവൈഡഡ് by h എന്നെഴുതാം. And this is known as Bohr's
ഫ്രീക്വൻസി റൂൾ എന്നാണ് പറയുന്നത്. നല്ലോണം മനസ്സിലാക്കാം. E2 എനർജി ലെവലിൽ നിന്ന് E1 എനർജി ലെവലിലേക്ക് ജമ്പ് ചെയ്യുന്ന ഇലക്ട്രോൺ ജമ്പ് ചെയ്തു. അപ്പോൾ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആ രണ്ട് എനർജി ലെവലിൻ്റെയും വ്യത്യാസം ഡിവൈഡഡ് ബൈ h ആണ് എന്ന് മനസ്സിലാക്കണം. സോ ദിസ് ഈസ് നോൺ ആസ് ബോർസ് ഫ്രീക്വൻസി റൂൾ. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അതാണ് 5ാമത്തെ പോയിന്റ്. ഇനി 6ാമത്തെ പോയിന്റ് നോക്കൂ. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ട് ഈസ് ഓർബിറ്റ്. ഓർബിറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രോൺസ് ആർ റിവോൾവ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ എ സർട്ടൺ സെലക്റ്റഡ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിന് തോന്നിയ വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. കൃത്യമായ സെലക്റ്റഡായ പാത്തിലൂടെ മാത്രമേ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നുള്ളൂ. എന്താണ് സെലക്ഷൻ എന്നാണ്, ഏത് ഓർബിറ്റാണ് ശരിക്കും ഇലക്ട്രോണിന് മൂവ് ചെയ്യാൻ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക എന്നാണ് അദ്ദേഹം അവസാനത്തെ പോയിന്റ് പറയുന്നത്. അദ്ദേഹം പറയുന്നു ഓൺലി ദോസ് ഓർബിറ്റ്സ് ആർ പെർമിസിബിൾ in which the angular momentum of electron is a whole number multiple of h by 2 pi. നോക്കൂ, ഇലക്ട്രോണുകൾ ഇങ്ങനെ ഓർബിറ്റിലൂടെ മൂവ് ചെയ്യുന്നു. ഇവിടെ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം മൊമെൻറ്റം ലീനിയർ മൂവ് ചെയ്യുന്ന ആൾക്കാർക്ക് മാസ് ഇൻറ്റു വെലോസിറ്റി മൊമെൻറ്റം ഉണ്ടായിരിക്കും അല്ലേ. പക്ഷേ ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിയാണ് ഇലക്ട്രോൺ. അപ്പോൾ അതിന് ആംഗുലർ മൊമെൻറ്റം ഉണ്ടായിരിക്കും. എന്താണ് ആംഗുലർ മൊമെൻറ്റം? ആംഗുലർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു m ഇൻറ്റു v ഇൻറ്റു r ആണ്. മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു റേഡിയസ് ആണ് ആംഗുലർ മൊമെൻറ്റം. അദ്ദേഹം പറയുന്നു ആംഗുലർ മൊമെൻറ്റം ഷുഡ് ബി ഈക്വൽ ടു n ഇൻറ്റു ഇൻറ്റിജർ ഇൻറ്റു h ബൈ 2 പൈ. ഒരു കോൺസ്റ്റൻ്റ് ആണ്. എന്നിൻ്റെ വാല്യൂ 1, 2, 3, 4 മാത്രമേ ആവാൻ പാടുള്ളൂ. ഒരിക്കലും ഫ്രാക്ഷണൽ വാല്യൂസ് വരാൻ പാടില്ല. അങ്ങനെയുള്ള റേഡിയസ് മാത്രമേ അവിടെ അലൗഡ് ആവുന്നുള്ളൂ എന്നാണ് ബോർ പറയുന്നത്. നിങ്ങളത് പഠിച്ചാൽ മതി. ദ ആംഗുലർ മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ എ ഗിവൺ സ്റ്റേഷനറി സ്റ്റേറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് mvr is equal to nh by 2 pi where n is 1, 2, 3 etc. ഇവിടെ നമ്മൾ പ്ലാങ്കിൻ്റെ കൺസെപ്റ്റ് ആലോചിക്കുന്നു. പ്ലാങ്ക് പറഞ്ഞിട്ടുണ്ട് എനർജി ഈസ് ക്വാൻറ്റൈസ്. ഒരിക്കലും കണ്ടിന്യൂസ് ആയി എനർജി ഒരിക്കലും എമിറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനർജി ക്വാൻറ്റൈസ്ഡ്. ഇവിടെ ബോറും അതുപോലെ തന്നെയാണ് പറയുന്നത്. ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻറ്റം ക്വാൻറ്റൈസ്ഡ് ആണ്. എന്നിന് എല്ലാ വാല്യൂസും പറ്റില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു, ബോർ പറയുന്നുണ്ട് ഒരു ആറ്റത്തിലെ റേഡിയസ്, ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ ഓർബിറ്റിൻ്റെ റേഡിയസ് ക്വാൻറ്റൈസ്ഡ് ആണ്, ഇലക്ട്രോണിൻ്റെ എനർജി ക്വാൻറ്റൈസ്ഡ് ആണ്, ആംഗുലർ മൊമെൻറ്റം ക്വാൻറ്റൈസ്ഡ് ആണ്. അപ്പോൾ നോക്കൂ, എല്ലാ വാല്യൂസും അവിടെ പോസിബിൾ ആവുന്നില്ല. സർട്ടൺ സെലക്റ്റഡ് വാല്യൂസ് മാത്രമേ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 1ാമത്തെ ഓർബിറ്റ് കഴിഞ്ഞാൽ 2ാമത്തെ ഓർബിറ്റേ ഉള്ളൂ. നമ്മൾ 1.5 ഓർബിറ്റ് എന്ന് പറയാറില്ലല്ലോ. അപ്പോൾ 1 കഴിഞ്ഞാൽ 2 ഉള്ളൂ, 2 കഴിഞ്ഞാൽ 3 ഉള്ളൂ, 3 കഴിഞ്ഞാൽ 4 ഉള്ളൂ. അങ്ങനെ ഡെഫിനിറ്റ് ആയിട്ടുള്ള എനർജി ലെവൽസ് ഉണ്ട് എന്നാണ് ബോർ പറയുന്നത്. അങ്ങനെ ഡെഫിനിറ്റ് ആയിട്ടുള്ള എനർജി ലെവൽസ് ഉണ്ട് എന്ന കൺസെപ്റ്റ് റൂദർഫോർഡിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ അൺസ്റ്റേബിൾ ആവാനുള്ള കാരണം. നിങ്ങൾക്ക് രണ്ടും വ്യത്യാസം മനസ്സിലായിട്ടുണ്ടായിരിക്കും. റൂദർഫോർഡ് ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദി ന്യൂക്ലിയസ് എന്നാണ് പറഞ്ഞത് അല്ലേ. അതിൻ്റെ ഫിക്സഡ് ആയ എനർജി പാത്തിനെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ ബോർ ഇവിടെയാണ് ഈ ഇലക്ട്രോണിൻ്റെ സഞ്ചാരപാത, അവിടെയാണ് ബോർ മാറ്റം വരുത്തിയത്. അതിനെ പറ്റിയിട്ടാണ് ബോർ ചിന്തിച്ചത്. അദ്ദേഹം പറഞ്ഞു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഫിക്സഡ് ആയ സഞ്ചാരപാതയിലൂടെ മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. ഓരോ ഓർബിറ്റിനും ഫിക്സഡ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്. അത് നമ്മൾ ഒരിക്കലും വെറുതെ ചേഞ്ച് ആവുന്നില്ല. എപ്പോഴെങ്കിലും എനർജി കൊടുക്കുകയോ ആട്ടിൽ എനർജി എടുക്കുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ഇലക്ട്രോണിന് എന്ത് വ്യത്യാസം വരുള്ളൂ, എനർജി വ്യത്യാസം വരുന്നുള്ളൂ എന്നാണ് ബോർ പറഞ്ഞത്.
മനസ്സിലായി? രണ്ട് കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ. റുദർഫോർഡ് ആറ്റം മോഡലിൽ നിന്ന് എങ്ങനെ ബോറിൻ്റെ ആറ്റം മോഡൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. സോ ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ്ലേറ്റ്സ് ഓർ മെയിൻ പോയിൻറ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ. ക്ലിയർ ആയില്ലേ? അപ്പോൾ ആദ്യം ഒന്നുകൂടി നമുക്ക് ഓർമ്മിച്ച് നോക്കാം എന്തൊക്കെയാണ് ബോറിൻ്റെ ആറ്റം മോഡൽ. വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം ആദ്യം ഓർബിറ്റ് എന്താണ് എന്ന് പറഞ്ഞു. രണ്ടാമത് വൈ ഓർബിറ്റ്സ് ആർ നോൺ ആസ് എനർജി ലെവൽസ് എന്ന് പറഞ്ഞു അല്ലേ. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്തുകൊണ്ടാണ് ഓർബിറ്റിനെ സ്റ്റേഷനറി ലെവൽസ് എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി നാലാമത്തെ പോയിന്റ് എപ്പോഴാണ് എനർജി ചേഞ്ച് ചെയ്യുക എന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. ഡെൽറ്റ ഈസ് ഈക്വൽ ടു E2 മൈനസ് E1 ആണ് എന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. അഞ്ചാമത്തെ പോയിന്റ് പറയുന്നു ന്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ E/h ആണ് എന്ന് പറയുന്നു. ആറാമത്തത് ആംഗുലർ മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് ഓൾവേസ് ക്വാണ്ടൈസ്ഡ്. ഇതാണ് ബോറിൻ്റെ മെയിൻ പോസ്റ്റ്ലേറ്റ്, ദ മെയിൻ പോയിൻറ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായി ഈ 6 പോയിൻറ്റും പഠിച്ചു വയ്ക്കണം. ഓക്കെ, അപ്പം നമ്മൾ ബോറിൻ്റെ ആറ്റം മോഡൽ കൃത്യമായി പഠിച്ചു. എന്തൊക്കെയാണ് ബോറിൻ്റെ ആറ്റം മോഡലിൻ്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ബോറിൻ്റെ ആറ്റം മോഡലിൻ്റെ മെറിറ്റ് എന്ന് നമുക്ക് നോക്കണം. സോ ഫസ്റ്റ്, ഇറ്റ് ക്യാൻ എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. നമ്മൾ റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിന് ലിമിറ്റേഷൻ ആയിരുന്നു, സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ ബോറിൻ്റെ ആറ്റം മോഡലിന് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. നമുക്കറിയാം ഡെഫിനിറ്റ് എനർജി ലെവൽസ് ഉണ്ട്. ആ എനർജി ലെവലിൽ ഇലക്ട്രോൺ ആയിരിക്കുന്നിടത്തോളം കാലം അവിടെ എനർജി ചേഞ്ചസ് ഒന്നുമില്ല. അങ്ങനെ ആറ്റം സ്റ്റേബിൾ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്പർ 2, ഇറ്റ് ക്യാൻ എക്സ്പ്ലെയിൻ ഹൈഡ്രജൻ സ്പെക്ട്രം. അത് നമ്മളെ ബോർ ആറ്റം മോഡൽ വെച്ച് നമുക്ക് ഹൈഡ്രജൻ സ്പെക്ട്രം അല്ലെങ്കിൽ അറ്റോമിക് സ്പെക്ട്രം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് പറയാൻ എളുപ്പത്തിൽ പറ്റും. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ ഡാൾട്ടൺ തിയറിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നമ്മളെ തോംസൺ മോഡലിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, മാക്സ്വെൽ തിയറിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. റൂദർഫോർഡിനും ഒരു ആറ്റം മോഡൽ എങ്ങനെ അല്ലെങ്കിൽ ഹൈഡ്രജൻ സ്പെക്ട്രം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ബോറിൻ്റെ ആറ്റം മോഡൽ വെച്ചിട്ട് ഹൈഡ്രജൻ സ്പെക്ട്രം എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. നോക്കൂ, നിങ്ങൾ പറഞ്ഞു നോക്കൂ, ഏത് പോസ്റ്റ്ലേറ്റ് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ലൈമാൻ സീരീസ് ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയാണ് ഈ n=1 ഇലക്ട്രോണുകൾ റിട്ടേൺ ചെയ്യുമ്പോഴാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഡെഫിനിറ്റ് എനർജി ലെവൽ, അപ്പോൾ 6ൽ നിന്ന് 1 ഇലക്ട്രോൺ റിട്ടേൺ ചെയ്യുമ്പോൾ ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി അവിടെ റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. 5ൽ നിന്ന് 1 റിട്ടേൺ ചെയ്യുമ്പോൾ വേറെ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജിയാണ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത് എന്നൊക്കെ വളരെ കൃത്യമായി മനോഹരമായി പറയാൻ ബോറിൻ്റെ ആറ്റം മോഡലിന് പറ്റിയിട്ടുണ്ട്. സോ ഇറ്റ് ക്യാൻ എക്സ്പ്ലെയിൻ ഹൈഡ്രജൻ സ്പെക്ട്രം. ഇനി മൂന്നാമത്തെ നോക്കൂ, the radius. He can explain the radius of the stationary state. നോക്കൂ, റേഡിയസ് ഒരു ഈ ബോറ് തൻ്റെ ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹൈഡ്രജൻ ആറ്റത്തിലാണ്. കാരണം ഹൈഡ്രജനിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ബോറ് പഠിച്ചത് ഹൈഡ്രജൻ ആറ്റത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 1ാമത്തെ ഓർബിറ്റിൻ്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു സിമ്പിൾ ഇക്വേഷൻ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് വെച്ച് നമുക്ക് ഡിഫറെൻറ്റ് ഓർബിറ്റിൻ്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ആറ്റത്തിലെ ഓർബിറ്റിൻ്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇക്വേഷൻ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദ ഇക്വേഷൻ ഈസ് ഗിവൺ ആസ്, നോക്കൂ, Rn = 52.9 ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു n² / പൈക്കോമീറ്റർ. ഇവിടെ n എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. നിങ്ങൾ ക്വാണ്ടം നമ്പർ പഠിക്കും, ഇപ്പം മനസ്സിലാക്കിയാൽ മതി. മെയിൻ എനർജി ലെവൽസ് എന്ന് പറഞ്ഞാൽ n=1, n=2 നമ്മൾ പറയില്ലേ, അതാണ് n എന്ന് പറഞ്ഞാൽ. Z എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പറാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ബോറ് പഠിച്ചത് ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കാരണം ഒരു ഇലക്ട്രോണുള്ള സ്പീഷീസാണ്. ഏതൊക്കെയാണ് ഒരു ഇലക്ട്രോണുള്ള വേറെ സ്പീഷീസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഹീലിയം പ്ലസ് ഒരു ഇലക്ട്രോണുള്ള സ്പീഷീസാണ് അല്ലേ. അതുപോലെ തന്നെ ലിഥിയം 2+. അങ്ങനെയുള്ള സ്പീഷീസിൽ
ഓർബിറ്റിൻ്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് Rn is equal to 52.9 n square divided by z ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ കൂടും തോറും റേഡിയസ് ഓഫ് ഓർബിറ്റ് എന്ത് ചെയ്യുന്നു നമുക്ക് മനസ്സിലാവുന്നുണ്ട്. റേഡിയസ് കൂടുകയാണ്. Rn is directly proportional to n square ആണ്. അതുപോലെ തന്നെയാണ് Rn is inversely proportional to അറ്റോമിക് നമ്പർ ആണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ ഒന്നാമത്തെ ഓർബിറ്റിൻ്റെ റേഡിയസും ഹീലിയത്തിൻ്റെ ഹീലിയത്തിൻ്റെ ഒന്നാമത്തെ ഓർബിറ്റിൻ്റെ റേഡിയസും വ്യത്യാസമുണ്ട്. ആറ്റോമിക് നമ്പർ കൂടും തോറും റേഡിയസ് കുറയുന്നതായി ബോർ പ്രൂവ് ചെയ്തു. മനസ്സിലായല്ലോ പറഞ്ഞത്. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ NCERT ബുക്കിൽ ഇക്വേഷൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. Rn is equal to A0 into n square picometer. ഇവിടെ A0 എന്ന് പറഞ്ഞാൽ 52.9 ആണ് വാല്യൂ വരുന്നത്. അപ്പോൾ ഇവിടെ A0 എന്ന് പറഞ്ഞാൽ 52.9 പൈക്കോമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ നമ്മളിത് നന്നായി മനസ്സിലാക്കാം. അപ്പോൾ എന്തായിരിക്കും ഹൈഡ്രജൻ്റെ ഒന്നാമത്തെ ഓർബിറ്റിൻ്റെ റേഡിയസ് എന്തായിരിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. R1 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കൂ. 52.9 ഇൻറ്റു ഒന്നാമത്തത്, സോ 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ എത്രയാണ് ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ് 1 ആണ്. സോ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തു 52.9 പൈക്കോമീറ്റർ ആണ് ഒന്നാമത്തെ ഹൈഡ്രജൻ്റെ ഒന്നാമത്തെ ഓർബിറ്റിൻ്റെ റേഡിയസ്. വളരെ കൃത്യമായി അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തു 52.9 പൈക്കോമീറ്റർ ആണ് എന്നുള്ളത്. ദിസ് ഫസ്റ്റ് ഓർബിറ്റ് with radius 52.9 picometer in which an electron of hydrogen atom is present is called Bohr orbit. നമ്മൾ അതിനെയാണ് ബോർ ഓർബിറ്റ് 52.9 പൈക്കോമീറ്റർ റേഡിയസ് ഉള്ള ഹൈഡ്രജൻ്റെ ഒന്നാമത്തെ ഓർബിറ്റിനെ ബോർ ഓർബിറ്റ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ നോക്കൂ, ബോർ വളരെ കോൺഫിഡൻ്റ് ആയി പറഞ്ഞു ഹൈഡ്രജൻ ആറ്റത്തിൽ 52.9 പൈക്കോമീറ്റർ റേഡിയസ് ഉള്ള ഓർബിറ്റിൽ നമുക്ക് ഇലക്ട്രോണിനെ ലൊക്കേറ്റ് ചെയ്യാം എന്നാണ് ബോർ പറഞ്ഞത്. കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ബോർ പാർട്ടിക്കിൾ നേച്ചറിലാണ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഡ്യുവൽ ബിഹേവിയർ പഠിച്ചിട്ടുണ്ട്. അതിൽ പാർട്ടിക്കിൾ നേച്ചറിലാണ് ബോർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് 52.9 പൈക്കോമീറ്ററിൽ നമുക്ക് ഇലക്ട്രോണിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തിനും പാർട്ടിക്കിൾ നേച്ചർ ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ അങ്ങനെ അദ്ദേഹം റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ ഉണ്ടാക്കി. നോക്കൂ, അടുത്ത മെറിറ്റ് എന്താ നോക്കൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ മെറിറ്റാണ്. He could calculate the energy of stationary state in hydrogen atom or hydrogen-like species. ഹൈഡ്രജൻ ആറ്റത്തിലെയും അതുപോലെ ഹൈഡ്രജൻ-like സ്പീഷീസിലെയും ഇലക്ട്രോണിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ദ ഇക്വേഷൻ ഈസ് ഗിവൺ ആസ്, നോക്കൂ ഇക്വേഷൻ ഈസ് En is equal to -RH into z square by n square joule per atom ആണ്. RH-ൻ്റെ വാല്യൂ 2.18 into 10 raised to -8 joule per atom ആണ്. And this is called Rydberg constant എന്നാണ് പറയുന്നത്. So this equation become En is equal to -2.18 into 10 raised to -18 into z square by n square joule per atom ആണ്. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഈ ഇക്വേഷൻ ഓർമ്മിച്ച് വയ്ക്കാം. 2.18 നോക്കൂ ഇൻറ്റു 10 raised to -18. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കും. നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രം പഠിച്ചപ്പോൾ അവിടെ ഒരു റിഡ്ബർഗ് കോൺസ്റ്റന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10.977 നമ്മൾ പറഞ്ഞില്ലേ അന്ന്. അപ്പോൾ ഇതും വ്യത്യാസം എന്താ? അത് ന്യൂ ബാർ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലെ റിഡ്ബർഗ് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഇത് എനർജി ജൂൾ പെർ ആറ്റത്തിലെ ജൂളിലെ വാല്യൂ ആണ് 2.18 ഇൻറ്റു 10 raised to -18. രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കാം. ഇനി ഇവിടെ നിങ്ങൾക്ക് വേറൊരു സംശയം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് എനർജി ഇവിടെ നെഗറ്റീവിൽ പറയുന്നത് എന്നൊരു സംശയം നിങ്ങളെ മനസ്സിലിപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും ഇല്ലേ?
എന്താ അതിൻ്റെ ആൻസർ നിങ്ങൾ മനസ്സിൽ പറയൂ. എന്താ ആൻസർ നിങ്ങൾക്ക് കിട്ടിയത്? എന്താ ഇവിടെ എനർജി, ഇലക്ട്രോണിൻ്റെ എനർജി നമ്മൾ പറയുന്നത് നെഗറ്റീവ് എന്ന് പറയാൻ കാരണം എന്താണ്? അപ്പം നിങ്ങൾ ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ടാണ് അല്ലേ, അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അതല്ല കറക്റ്റ് ആൻസർ. നമുക്ക് നോക്കാം. നമ്മളൊരു ആറ്റത്തിൽ ഇത് ന്യൂക്ലിയസ് ആണ്. ഇലക്ട്രോൺ ഇൻഫിനിറ്റിയിലുള്ള ഒരു ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്തോളൂ. ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലുണ്ടാവും ന്യൂക്ലിയസിൽ നിന്ന് ഒരുപാട് അകലെ എന്നുള്ള കൺസെപ്റ്റ് ആവും. പക്ഷെ നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുക? ന്യൂക്ലിയസിൽ നിന്ന് ഈ ന്യൂക്ലിയസിൻ്റെ അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ബൗണ്ടറിക്ക് ശേഷം ഉള്ള സ്ഥലത്ത് നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, അവിടെ ഒരു ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്യും. ആ ഇലക്ട്രോണിൻ്റെ എനർജി 0 ആയിട്ട് നമ്മൾ എടുക്കുകയാണ്, ആർബിട്രറിലി ടേക്കൺ ആസ് 0. നമ്മൾ ഇലക്ട്രോണിനെ ന്യൂക്ലിയസിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താ ഉണ്ടാവുക? ഈ ഇലക്ട്രോൺ ന്യൂക്ലിയസിലേക്ക് വരുമ്പോൾ എന്തുണ്ടായിരിക്കും? ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിൽ അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ആസ് എ റിസൾട്ട് എന്ത് ചെയ്യും? ഇലക്ട്രോണിൻ്റെ എനർജി കുറയും. നിങ്ങൾക്കറിയാം, എവിടെ അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ ഉണ്ടോ അവിടെ എനർജി ഓഫ് സിസ്റ്റം ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. എവിടെ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ഉണ്ടോ അവിടെ എനർജി ഓഫ് സിസ്റ്റം ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിലേക്ക് വരുന്ന സമയത്ത് എനർജി ഓഫ് സിസ്റ്റം ഡിക്രീസ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് -2.18 മൈനസ് എന്ന വാല്യൂ നമ്മൾ ആ ഇക്വേഷനിൽ ചേർക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ്. മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇൻഫിനിറ്റിയിലുള്ള ഒരു ഇലക്ട്രോണിനെ ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഡിക്രീസ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇക്വേഷനിൽ എന്ത് കാണിച്ചിട്ടുള്ളത്? നെഗറ്റീവ് സൈൻ കാണിച്ചിട്ടുള്ളത്. ഇത് നോട്ട് ചെയ്യണേ. അപ്പം നമുക്ക് ഹൈഡ്രജൻ്റെ ഒന്നാമത്തെ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്നാമത്തെ ഓർബിറ്റലിൻ്റെ അവിടുത്തെ എനർജി എത്രയായിരിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഇക്വേഷനേഴ്സ്? En is equal to ജനറൽ ഇക്വേഷൻ -2.18 × 10⁻⁻18 Z² ഡിവൈഡഡ് ബൈ n² ജൂൾ പെർ ആറ്റം. നോക്കൂ, En-ഉം n² തമ്മിൽ റിലേഷൻ ഓർമ്മിക്കുക. സെഡിൻ്റെ നമുക്കറിയാം. നമുക്ക് ചെയ്ത് നോക്കാം. E1 ഒന്നാമത്തെ ഓർബിറ്റാണ്. അപ്പോൾ E1 is equal to -2.18 × 10⁻⁻18. സെഡിൻ്റെ വാല്യൂ 1 ആണ്, ഡിവൈഡഡ് ബൈ 1 ആണ്. സോ നമുക്ക് കിട്ടി ജൂൾ പെർ ആറ്റം എന്ന് കിട്ടി. അപ്പോൾ ഒന്നാമത്തെ ഓർബിറ്റിലെ ഇലക്ട്രോൺ എപ്പോഴും അവരുടെ എനർജി എപ്പോഴും എന്താ ഫിക്സഡ് ആണ്. അത് -2.18 × 10⁻⁻18 ജൂൾ പെർ ആറ്റം ആണ്. ഇനി രണ്ടാമത്തെ ഓർബിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ നോക്കൂ, -2.18 × 10⁻⁻18 ഇൻറ്റു നമുക്ക് എന്താ സെഡ് ഇസ് ഈക്വൽ ടു ഹൈഡ്രജൻ ആണ് 1² ഡിവൈഡഡ് ബൈ രണ്ടാമത്തതാണ് 2². അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ -0.545 × 10⁻⁻18 അത്രയും ജൂൾ പെർ ആറ്റമാണ്. എന്താ നമുക്ക് മനസ്സിലായത്? ഒന്നാമത്തെ ഓർബിറ്റിൻ്റെ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ മോർ നെഗറ്റീവാണ്. -2.18 × 10⁻⁻8 അത്രയും സ്റ്റേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോണുകൾ ഇൻഫിനിറ്റീവിൽ നിന്ന് ന്യൂക്ലിയസിൻ്റെ ഏറ്റവും അടുത്തെത്തുമ്പോഴാണ് അവിടെ ഏറ്റവും എനർജി കുറവുള്ളതിലേക്ക് ഇലക്ട്രോൺ മാറുന്നത്. അത് നല്ല സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നത്. മനസ്സിലാവുണ്ടോ? നമ്മുടെ വീട്ടിലെ പാരൻസിനോട് ചേർന്നിരിക്കുമ്പോഴാണ് ഏറ്റവും സ്റ്റേബിളായിട്ടിരിക്കുക അല്ലേ? അതുപോലെ തന്നെയാണ് ന്യൂക്ലിയസിൻ്റെ ഏറ്റവും അടുത്ത ഇലക്ട്രോണുകൾ ഇരിക്കുന്ന സമയത്ത് അവിടെ ഇലക്ട്രോണുകൾ ഏറ്റവും എനർജി കുറഞ്ഞ സ്റ്റേറ്റിലാണ് ഉണ്ടാവുന്നത്. നമ്മൾ അതിനെയാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മോർ നെഗറ്റീവാണ് വരിക. രണ്ടാമത്തെ ആകുമ്പോഴേക്ക് നോക്കൂ, -0.545 × 10⁻⁻18 ജൂൾ പെർ ആറ്റമാണ്. അത്രത്തോളം സ്റ്റെബിലിറ്റി ഇല്ല. ഇനി അടുത്ത വാല്യൂ ആകുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഏറ്റവും ന്യൂക്ലിയസ് നിന്ന് അകന്ന് നിൽക്കും തോറും എനർജി ഓഫ് ഓർബിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ മാത്തമാറ്റിക്കൽ പ്രൂഫാണ് നമ്മളിവിടെ കണ്ടത്.
നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബോറിൻ്റെ 4ാമത്തെ മെറിറ്റ്. അദ്ദേഹം ന്യൂക്ലിയസിന് ചുറ്റുമുള്ള എനർജി ലെവൽസിൻ്റെ ഫിക്സഡ് എനർജി ലെവൽസിൻ്റെ എനർജി എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഇനി അടുത്ത മെറിറ്റ് നോക്കൂ. ഒരു മെറിറ്റ് കൂടിയുണ്ട്. അത് ഹി ക്യാൻ കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ. ഇറ്റ് ഈസ് പോസിബിൾ ടു കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ മൂവിങ് ഇൻ ദിസ് ഓർബിറ്റ്സ്. അദ്ദേഹം ഇലക്ട്രോണുകളുടെ വെലോസിറ്റി, ഓർബിറ്റിലൂടെ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ MVR = NH/2π ഉപയോഗിച്ചിട്ടും വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് മെറിറ്റ് ഓഫ് ബോർ മോഡൽ ഓഫ് ആറ്റം, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ. കൃത്യമായിട്ട് മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വലിയൊരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഇലക്ട്രോണിൻ്റെ ഓരോ ഓർബിറ്റിലായിരിക്കുമ്പോഴുള്ള എനർജി വ്യത്യാസമാണ്. അതുപോലെ തന്നെയാണ് 1ാമത്തെ എനർജി ലെവലും 2ാമത്തെ എനർജി ലെവലും തമ്മിലുള്ള വ്യത്യാസം, എനർജിയുടെ വ്യത്യാസമല്ല 3ഉം 4ഉം തമ്മിലുണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മളെന്നാ ഓർമ്മ ഉണ്ടാവും, ഹൈഡൻ സ്പെക്ട്രം വരച്ചപ്പോൾ ഇത് രണ്ടും തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നുള്ളത് നമ്മൾ എനർജി ഗ്യാപ്പ് കുറവാണ് വരുന്നത്. നമ്മൾ അന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ 1, 2, 3, 4 എന്നുള്ള എനർജി ലെവൽസ് തമ്മിലുള്ള എനർജി ഡിഫറൻസ് എല്ലാത്തിൻ്റെയും ഒരുപോലെ അല്ല എന്നുള്ള ആശയവും കൂടി നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നുണ്ട്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ. ഓർമ്മിക്കൂ, സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്തു, ഹൈഡൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്തു, റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്തു, എനർജി ഓഫ് ഇലക്ട്രോൺ കാൽക്കുലേറ്റ് ചെയ്തു, അതുപോലെ തന്നെ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. വീണ്ടും ശ്രദ്ധിക്കുക, ഹൈഡ്രജൻ്റെ അല്ലെങ്കിൽ ഹൈഡൻ ലൈഫ് സ്പീഷീസിലാണ് അദ്ദേഹം തൻ്റെ പഠനങ്ങൾ നടത്തിയത് എന്ന കാര്യം കൂടി ഒന്ന് ഓർമ്മിക്കാം. Then next one, limitation of Bohr model of atom. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യണം ലിമിറ്റേഷൻ ഓഫ് ബോർ ആറ്റം മോഡൽ. ബോർ ആറ്റം മോഡലിന് ഇത്രയും മെറിറ്റുകൾ ഉണ്ടെങ്കിലും അവിടെ എവിടെയായിട്ട് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ലിമിറ്റേഷൻ ചോദിച്ചാൽ, ഹൈഡൻ സ്പെക്ട്രത്തിൻ്റെ ഫൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എന്താണ് ഈ ഫൈൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ നോക്കൂ, ലൈമൻ സീരീസിനെ നമ്മൾ ഒന്നുകൂടി പവർഫുള്ളായ സ്പെക്ട്രോസ്കോപ്പ് കൂടെ നോക്കുകയാണ് എങ്കിൽ അത് വീണ്ടും ചെറിയ ചെറിയ ഫൈൻ സ്പെക്ട്രമായി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. ആ ഫൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ബോറിൻ്റെ ഒരു ലിമിറ്റേഷൻ. 2ാമത്തെ ലിമിറ്റേഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ബോർ പഠിച്ചത് എപ്പോഴും എന്താണ്, ഹൈഡൻ സ്പെക്ട്രത്തിനെ പറ്റിയിട്ടാണ് അല്ലേ. സോ ദിസ് മോഡൽ ഈസ് unable to explain the spectrum of atom other than hydrogen. മൾട്ടി ഇലക്ട്രോൺസ് ഉള്ള ആറ്റത്തിൻ്റെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡലിന് കഴിഞ്ഞിരുന്നില്ല. സോ ഹി കോണ്ട് എക്സ്പ്ലെയിൻ ദ സ്പെക്ട്രം ഓഫ് മൾട്ടി ഇലക്ട്രോൺ സ്പീഷീസ്. നെക്സ്റ്റ് വൺ ഈസ് Bohr's theory was also unable to explain splitting of spectral lines in the presence of magnetic field. That is Zeeman effect എന്ന് പറയാറുണ്ട്. നമ്മൾ ഈ സ്പെക്ട്രൽ ലൈൻസിനെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് വയ്ക്കുമ്പോൾ നമുക്കുള്ള ഒബ്സർവേഷൻ ഇതാണ്, ഓരോ ലൈനും വീണ്ടും ചെറിയ ലൈനായി സ്പ്ലിറ്റ് ചെയ്യുന്നതായി കാണാൻ പറ്റി. നമ്മൾ ആ എഫക്റ്റിനെ പറഞ്ഞ പേരാണ് സീമൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ആ സീമൻ എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനും ബോർ തിയറിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓർ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് സ്റ്റാർക്ക് എഫക്റ്റ്, ഇതേപോലെ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡിൽ ഹൈഡൻ സ്പെക്ട്രം വെക്കുമ്പോഴും അത് ചെറിയ ചെറിയ ഫൈൻ സ്പെക്ട്രമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാറുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനും ബോറിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അടുത്തത്, it can't explain the ability of atom to form molecule by chemical bond. കെമിക്കൽ ബോണ്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് ആറ്റംസ് മോളിക്യൂൾ ഫോം ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും നമ്മളെ ബോർ തിയറിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് വൺ ഈസ് it cannot explain the concept of orbital. ഓർബിറ്റൽ എന്ന കൺസെപ്റ്റ്
എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത് ഓർബിറ്റിനെ പറ്റിയിട്ടായിരുന്നു. ഓർബിറ്റൽ എന്ന കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനും ബോറിൻ്റെ ആറ്റം മോഡലിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻ ഓഫ് ബോർ ആറ്റം മോഡൽ. കൃത്യമായി പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വാട്ട് ആർ ദി മെയിൻ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ, അതുപോലെ മെറിറ്റ് ഓഫ് ബോർ ആറ്റം മോഡൽ ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ബോർ ആറ്റം മോഡൽ മനസ്സിലായിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് എക്സ്പ്ലനേഷൻ ഓഫ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു മെറിറ്റ് ഓഫ് ബോർ മോഡൽ ഓഫ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈൻ സ്പെക്ട്രം, ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്രം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം തിയറിറ്റിക്കലി വളരെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം കാൽക്കുലേഷൻ വഴിയും അദ്ദേഹം ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് Rydberg ഫോർമുല ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 109677 into 1 by n1 square minus 1 by n2 square സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് നേരത്തെ, Rydberg ഇക്വേഷൻ അല്ലേ. അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ബോർ കൺസെപ്റ്റിൽ നിന്നും നമുക്ക് ന്യൂ ബാർ എന്നത് പ്രൂവ് ചെയ്യണം. ന്യൂ ബാർ എന്നതാണെന്ന് പ്രൂവ് ചെയ്യണം. ബോറിൻ്റെ തിയറി ഉപയോഗിച്ച് നമുക്ക് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ആ ലൈനിൻ്റെ വേവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നമുക്കറിയാം, നമ്മളോട് ബോർ പറഞ്ഞിട്ടുണ്ട് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ nth ലെവൽ ഇസ് ഈക്വൽ ടു അദ്ദേഹത്തിൻ്റെ ഇക്വേഷനാണ് -2.18 into 10⁻⁻18 into Z²/n² ജൂൾ പെർ ആറ്റം എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഒരു ഇലക്ട്രോൺ, ഈ ഫൈനൽ സ്റ്റേറ്റ് ഉണ്ട്, ഈ ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ട്. നമുക്ക് NF ഫൈനൽ സ്റ്റേറ്റുമാണ്, NI ഇനീഷ്യൽ സ്റ്റേറ്റുമാണ് എന്ന് കൺസിഡർ ചെയ്യൂ. ഇവിടെ NIയുടെ എനർജി, ഇനീഷ്യൽ സ്റ്റേറ്റ് എനർജി നമുക്ക് ഇങ്ങനെ എഴുതാം, ENI is equal to -2.18 into 10⁻⁻18 into ഹൈഡ്രജൻ ആറ്റം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം 1/ni² ജൂൾ പെർ ആറ്റം എന്നെഴുതാം. അതുപോലെ തന്നെ ഫൈനൽ സ്റ്റേറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാൻ പറ്റും N ഇനീഷ്യൽ ആൻഡ് N ഫൈനൽ is equal to -2.18 into 10⁻⁻18 into 1/nf² എന്നെഴുതാം അല്ലേ. പിന്നെ വാട്ട് ഈസ് ഡെൽറ്റ ഇ? അദ്ദേഹം ബോർ പറഞ്ഞിട്ടുണ്ട് ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ ഈ എപ്പോഴും ഫൈനൽ സ്റ്റേറ്റിൽ നിന്ന് ഇനീഷ്യൽ സ്റ്റേറ്റ് മൈനസ് ചെയ്യുന്നതാണ്. സോ EF മൈനസ് EI ആണ്. സോ വി ക്യാൻ റൈറ്റ് -2.18 into 10⁻⁻18 into 1/nf² minus of 2.18 into 10⁻⁻18 into 1/ni² എന്നെഴുതാം. ഓക്കെ അല്ലേ. നമ്മളിതൊന്ന് കോമൺ ഫാക്ടർ എടുത്തു. 2.18 into 10⁻⁻18 കോമൺ ഫാക്ടർ എടുത്തു, എന്നിട്ട് എഴുതി മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1/ni² minus 1/nf² എന്നെഴുതി. ക്ലിയർ അല്ലേ പറഞ്ഞത്? 1/ni² minus 1/nf². സോ ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു, ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു 2.18 into 10⁻⁻18 into 1/ni² minus 1/nf² ആണ്. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ന്യൂ ബാറിലേക്ക് എത്തണം. So we have delta E is equal to H nu അല്ലേ. അപ്പോൾ we can write delta E is equal to H into C by lambda or HC into 1/λ എന്നെഴുതി. or delta E is equal to HC into 1/λ എന്ന് പറഞ്ഞാൽ എത്രയാ? ന്യൂ ബാർ ആണ്. സോ ന്യൂ ബാർ or ന്യൂ ബാർ is equal to ഡെൽറ്റ ഇ ബൈ HC ചെയ്താൽ മതി. അപ്പോൾ ഈ ഡെൽറ്റ ഇ കിട്ടിയ വാല്യൂവിനെ
H into C കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ബാർ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ന്യൂ ബാർ ഇസ് ഈക്വൽ ടു, നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടി ന്യൂ ബാർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച് സി എന്ന് കിട്ടിയിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ന്യൂ ബാർ ഇസ് ഈക്വൽ ഡെൽറ്റ ഇ എന്ന് പറഞ്ഞ എത്ര വാല്യൂ 2.18 ഇൻറ്റു 10⁻⁻18 ഡിവൈഡഡ് ബൈ 6.626 ഇൻറ്റു 10⁻⁻34 ഇൻറ്റു 3 ഇൻറ്റു 10⁸8. എച്ചിൻ്റെ വാല്യൂ നമുക്കറിയാം, സിയുടെ വാല്യൂ നമുക്കറിയാം, ഇൻറ്റു 1/ni² മൈനസ് 1/nf² എന്നെഴുതാം. ഇത് നമ്മൾ 3 ഇൻറ്റു 10⁸8 മീറ്റർ പെർ സെക്കൻഡിലെ വാല്യൂ എടുത്തുള്ളത് കേട്ടോ. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 1.09677 ഇൻറ്റു 10⁻7 ഇൻറ്റു 1/ni² മൈനസ് 1/nf² മീറ്റർ ഇൻവേഴ്സ് ന്യൂ ബാർ ഇസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ കിട്ടും. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലെ വാല്യൂ ആണ്, ഇത് മീറ്റർ ഇൻവേഴ്സിലെ വാല്യൂ ആണ്. അപ്പം നമ്മൾ ബോറിൻ്റെ കൺസെപ്റ്റിൽ നിന്നും ഹൈഡൻ സ്പെക്ട്രത്തിലെ ഓരോ വേവും ഓരോ ലൈനും ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ വേവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനിലേക്ക്, റിഡ്ബർഗ് ഇക്വേഷനിലേക്ക് എത്തി. അതാണ് എക്സ്പ്ലനേഷൻ ഓഫ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് വേറൊരു കാര്യം കൂടി നമുക്ക് നോട്ട് ചെയ്യാനുള്ളത്, ഈ ഇക്വേഷൻ ശ്രദ്ധിക്കാം. നമ്മളൊരു അബ്സോർപ്ഷൻ സ്പെക്ട്രം ആണെന്ന് വിചാരിക്കും. അബ്സോർബ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഷെല്ലിൽ നിന്ന് മൂന്നാമത്തെ ഷെല്ലിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്നു. അപ്പോൾ 1ൽ നിന്ന് 3ലേക്കാണ് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ ni ലെസ് ദാൻ nf ആയിരിക്കും. ഇതിൽ അബ്സോർപ്ഷൻ സ്പെക്ട്രം ni ഇനീഷ്യൽ സ്റ്റേറ്റ് 1 ആണ്. 1ൽ നിന്ന് 3ലേക്ക് ജമ്പ് ചെയ്യുമ്പോഴാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം ഫോം ചെയ്യുന്നത്. അപ്പോൾ ni ലെസ് ദാൻ nf ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഡെൽറ്റ ഇ പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. ആറ്റത്തിലേക്ക് എനർജി അബ്സോർബ് ചെയ്യുന്നത്, അതുകൊണ്ട് അവിടെ എനർജി ഇൻക്രീസ് ചെയ്യുന്നു. ഡെൽറ്റ ഇയുടെ വാല്യൂ പോസിറ്റീവ് ആവും കിട്ടുക ചെയ്യുമ്പോൾ. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡെൽറ്റ ഇ പോസിറ്റീവാണ് കിട്ടുക. അതേസമയം എമിഷൻ സ്പെക്ട്രം കൺസിഡർ ചെയ്ത് നോക്കൂ. 3ൽ നിന്ന് 1ലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ni 3 ആണ്, nf 1 ആണ്. മനസ്സിലാക്കണേ, 3ൽ നിന്ന് 1ലേക്ക് ഇലക്ട്രോൺ തിരിച്ചു വരുമ്പോഴാണ് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നത്. അതാണ് എമിഷൻ സ്പെക്ട്രം ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ നമ്മൾ ഇവിടെ കാൽക്കുലേഷൻ ചെയ്യുകയാണ് എങ്കിൽ ഡെൽറ്റ ഇയുടെ വാല്യൂ നെഗറ്റീവ് ആണ് കിട്ടുക. ബിക്കോസ് ഇവിടെ ni ഗ്രേറ്റർ ദാൻ nf ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോബ്ലം തരുമ്പോൾ ni ഗ്രേറ്റർ ദാൻ nf ആണ് എങ്കിൽ അത് എമിഷൻ സ്പെക്ട്രം ആയിരിക്കും. അതേസമയം ni ലെസ് ദാൻ nf ആണ് എങ്കിൽ അത് അബ്സോർപ്ഷൻ സ്പെക്ട്രം ആയിരിക്കും. എമിഷൻ സ്പെക്ട്രത്തിൽ ഡെൽറ്റ ഇ നെഗറ്റീവും അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൽ ഡെൽറ്റ ഇ പോസിറ്റീവുമാണ് ആകും എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യാം. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം സെക്ഷൻ ചോദിക്കാറുണ്ട്. ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇപ്പം 3ൽ നിന്ന് 1ലേക്ക് ഇലക്ട്രോൺ റിട്ടേൺ ചെയ്യുമ്പോൾ എത്ര എനർജി ഡിഫറൻസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവിടെ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന എനർജി എന്താണെന്ന് ചോദിച്ചാലും ഇവിടുത്തെ എനർജി ലെവൽ മൈനസ് ഇത് എനർജി ലെവൽ ചെയ്താൽ മതി. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ഈക്വേഷൻ ഓർമ്മിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഈ ബോറിൻ്റെ ആറ്റം മോഡലിൻ്റെ ഭാഗത്ത് നിന്ന് പ്രോബ്ലം സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പ്രോബ്ലം നോക്കും. കാൽക്കുലേറ്റ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ദ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് He+. What is the radius of orbit? 2 ക്വസ്റ്റ്യൻ അതിലുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹീലിയം ആറ്റത്തിൻ്റെ ഹീലിയം അയോണിൻ്റെ He+ ഒരു ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. ഫസ്റ്റ് ഓർബിറ്റിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എനർജി എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. സോ എന്താണ് ഇക്വേഷൻ? ഒരു ഓർബിറ്റിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കറിയാം ഇക്വേഷനേഴ്സ് En is equal to -2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു z²/n² ജൂൾ പെർ ആറ്റം ആണ് ഇക്വേഷൻ. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് E1 ഓഫ് ഹീലിയം ആണ്, ഹീലിയം അയോൺ ആണ്. അപ്പോൾ നമുക്ക് E1 അറിയില്ല.
Z is equal to എത്രയാണ്? 2 ആണ്. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്. N is equal to 1 ആണ്. So substituting the value, E1 is equal to minus 2.18 into 10 raised to minus 18 into 2 square joule per atom ആണ്. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ മൈനസ് 8.72 ഇൻറ്റു 10 റേസ് ടു മൈനസ് 18 ജൂൾ പെർ ആറ്റം എന്ന് കിട്ടും. അപ്പോൾ ഒരു ഹീലിയം അയോണിലെ ഒന്നാമത്തെ ഓർബിറ്റിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ മൈനസ് 8.72 ഇൻറ്റു 10 റേസ് ടു മൈനസ് 18 ജൂൾ പെർ ആറ്റം എന്ന് കിട്ടി. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് അതിൻ്റെ അപ്പോൾ അടുത്തത് നമുക്ക് റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇക്വേഷനേഴ്സ് Rn is equal to 0.0529 n square by 2 നാനോമീറ്റർ. നമ്മൾ നേരത്തെ ഇത് ഇക്വേഷൻ പൈക്കോമീറ്ററിലായിരുന്നു, വെറുതെ നാനോമീറ്ററിലേക്ക് മാറ്റിയെന്ന് മാത്രം. അപ്പോൾ 0.0529 n square നാനോമീറ്റർ ഡിവൈഡഡ് ബൈ സെഡ് ആണ് ഇക്വേഷൻ. സോ എന്നിൻ്റെ വാല്യൂ നമുക്കറിയാം 1 ആണ്. വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ഓർബിറ്റ്? 1 ആണ്. സെഡ് 2 ആണ്. അപ്പോൾ നമുക്ക് കിട്ടും 0.0529 ഡിവൈഡഡ് ബൈ 2 നാനോമീറ്റർ ആണ്. ദ വാല്യൂ ഇസ് 0.02645 നാനോമീറ്റർ എന്ന് കിട്ടി. സോ ഹീലിയം അയോണിൻ്റെ ഒന്നാമത്തെ ഓർബിറ്റിൻ്റെ റേഡിയസ് 0.02645 നാനോമീറ്റർ ആണ് എന്നും ആ ഓർബിറ്റിൽ അസോസിയേറ്റ് ഇരിക്കുന്ന എനർജി എന്ന് പറഞ്ഞാൽ മൈനസ് 8.72 ഇൻറ്റു 10 റേസ് ടു മൈനസ് 18 ജൂൾ പെർ ആറ്റം ആണ്. മോർ നെഗറ്റീവ് ആണല്ലേ. സോ അത്രയുമാണ് എന്ന് നമുക്ക് മനസ്സിലായി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what are the frequency and wavelength of a photon emitted during a transition from n is equal to 5 to n is equal to 2 in the hydrogen atom? നമുക്ക് കാണണം, ഹൈഡ്രജൻ ആറ്റത്തിലെ 5ാമത്തെ എനർജി ലെവലിൽ നിന്ന് 2ാമത്തെ എനർജി ലെവലിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ അവിടെ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും എന്താണ് എന്നാണ് ചോദിച്ചുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. എനർജി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും കാണാൻ പ്രയാസമില്ലല്ലോ. അപ്പോൾ ആദ്യം എനർജി കാൽക്കുലേറ്റർ ഇക്വേഷൻ ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു 2.18 ഇൻറ്റു 10 റേസ് ടു മൈനസ് 18 ഇൻറ്റു 1/ni സ്ക്വയർ മൈനസ് 1/nf സ്ക്വയർ ആണ് ഇക്വേഷൻ എഴുതി വെച്ചു. ഇനി നമ്മൾ 5ൽ നിന്ന് 2ലേക്കാണ് ഇലക്ട്രോൺ മടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ni is equal to 5 ആണ്. ഫൈനൽ സ്റ്റേറ്റ് nf is equal to 2 ആണ്. അപ്പോൾ അത് ഏത് സ്പെക്ട്രാണ്? എമിഷനാണോ അബ്സോർപ്ഷനാണോ? ni is greater than nf ആണ് വന്നത്. ഏത് സ്പെക്ട്രാണ്? എമിഷൻ സ്പെക്ട്രമാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2.18 ഇൻറ്റു 10 റേസ് ടു മൈനസ് 18 ഇൻറ്റു ni 5 ആണ്. സോ 1/5 സ്ക്വയർ മൈനസ് 1/2 സ്ക്വയർ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടും വാല്യൂ കിട്ടി ഇവിടെ മൈനസ് 4.25 എന്ന് കിട്ടുന്നുണ്ട്. ഇത് ചെയ്തു നോക്കണേ. അപ്പോൾ നമുക്ക് മൈനസ് 2.18 ഇൻറ്റു 10 റേസ് ടു മൈനസ് 18 ഇൻറ്റു 0.21 എന്ന് കിട്ടി. ദ ആൻസർ ഇസ് മൈനസ് 4.58 ഇൻറ്റു 10 റേസ് ടു മൈനസ് 19 ജൂളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എമിഷൻ സ്പെക്ട്രം ആണെങ്കിൽ ഡെൽറ്റ ഇ നെഗറ്റീവ് ആണ്. ആ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? എനർജി എമിറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ ഇനി നമുക്ക് എനർജി കിട്ടി. 5ൽ നിന്ന് 2ലേക്ക് ഇലക്ട്രോൺ റിട്ടേൺ ചെയ്യുമ്പോൾ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എനർജി മനസ്സിലായി. ഇനി നമുക്ക് അതിൻ്റെ ന്യൂ കാൽക്കുലേറ്റ് ചെയ്യണം, ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണം. സോ വി നോ ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ്. സോ ന്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച്. പഠിച്ചിട്ടുണ്ട് ബോഴ്സ് ഫ്രീക്വൻസി റൂൾ. സോ ഡെൽറ്റ ഇ നമുക്കറിയാം 4.58 10 റേസ് ടു മൈനസ് 19. ഇവിടെ നെഗറ്റീവ് സൈൻ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ നെഗറ്റീവ് സൈൻ ഉണ്ടാവാൻ കാരണം എനർജി എമിറ്റ് ചെയ്തു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. സോ ഡിവൈഡഡ് ബൈ Planck's constant ചെയ്തു. The value is 6.91 into 10 raised to 40 hertz എന്ന് കിട്ടി. ഫ്രീക്വൻസി ആണ്, യൂണിറ്റ് ഹേർട്സിൽ കിട്ടി നമുക്ക്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ലാംഡയാണ്. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു സി ബൈ ന്യൂ ആണ്. സോ 3 into 10 raised to 8 ഡിവൈഡഡ് ബൈ 6.91 into 10 raised to 14 ചെയ്തപ്പോൾ 434 നാനോമീറ്റർ എന്ന് കിട്ടി. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നന്നായി ചെയ്ത് പഠിക്കണം.
ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഡെൽറ്റ ഇ കണ്ടുപിടിച്ചു, പിന്നെ അതിന് ന്യൂ കാൽക്കുലേറ്റ് ചെയ്തു, പിന്നെ ലാംഡയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇക്വേഷൻസ് ടു ബി റിമെമ്പേർഡ് എന്ന് പറഞ്ഞ് എഴുതി വെക്കണം. നമ്മൾ ആദ്യം തൊട്ടുള്ള ഇക്വേഷൻസ് എഴുതി വെക്കണം. ഓരോ ഇക്വേഷൻ ഏത് പ്രോബ്ലത്തിലാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ഓർമ്മിക്കുക. ഒരു ഓർബിറ്റിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ En is equal to -2.18 into 10⁻⁻18 into z²/n² ചെയ്യാം. E2വിൽ നിന്ന് E1ലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ എനർജി ഡിഫറൻസ് ചോദിച്ചാൽ ഈ ഇക്വേഷനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇക്വേഷൻസ് ടു ബി റിമെമ്പേർഡ് പറഞ്ഞ് എല്ലാ ഇക്വേഷൻസും എഴുതി വെക്കണം. കൂടുതൽ പ്രോബ്ലം ടെക്സ്റ്റിൻ്റെ ബാക്കിലെ പ്രോബ്ലം ചെയ്തു പഠിക്കണം. താങ്ക് യു.